മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. ജില്ലാ സെക്രട്ടറി പി.എ. എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അനുസ്മരണം കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. ജില്ലാ സെക്രട്ടറി പി.എ. എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ഈ ബോയ്സ് ഹൈ സ്കൂളിന് മുന്നിൽ താൽക്കാലികമായി നിർമ്മിച്ച പന്തലിൽ 7 മണി മുതൽക്ക് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നത്. മണിക്കൂറുകൾ പിന്നിടുമ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് 2:10 ആരംഭിച്ച വിലാപയാത്ര രാത്രി 2 മണിയായിട്ടും കടമ്പാട്ട് കോണത്തെത്തിയില്ല എന്ന വാർത്തയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. സഖാവ് വി.എസിൻ്റെ വിലാപയാത്ര കരുനാഗപ്പള്ളിയിൽ എത്തുന്നത് 22-ാം തീയതി പ്രഭാതത്തിൽ രാവിലെ 6:40-നാണ്. അന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് വി.എസിൻ്റെ വീട്ടിൽ മൃതശരീരവുമായി സഖാക്കളെത്തിയത്. രാത്രി 9:40 കഴിയുമ്പോൾ പുന്നപ്രവയലാർ സമരസേനാനികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ കോരിച്ചൊരിയുന്ന മഴയത്തും 10,000-കണക്കിന് സഖാക്കളുടെ മുദ്രാവാക്യ വിളികളുടെ അകമ്പടിയോടുകൂടി സഖാവിൻ്റെ ചിത കത്തിയെരിയുകയുണ്ടായി. ജില്ലാ വൈസ് പ്രസിഡന്റ് പി.കെ. ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി.ആർ. വസന്തൻ, KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം കെ.ജി. കനകം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി.ബി. സത്യദേവൻ, ഏരിയ സെക്രട്ടറിമാരായ ക്ലാപ്പന സുരേഷ്, ശിവപ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗം N.R. ബിജു, R. സോമരാജൻ പിള്ള, സി. രാധാമണി എന്നിവർ പങ്കെടുത്തു. എങ്കിൽ പോലും സഖാവ് പി. കൃഷ്ണപിള്ളക്ക് ആ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളെയും കാണുമ്പോൾ ആ വ്യക്തിയുടെ കരുത്ത്, മനസ്സ് എങ്ങനെയാണെന്ന് വിലയിരുത്താൻ കഴിയുമായിരുന്നു. സഖാവ് വി.എസിനെ കണ്ടപ്പോൾ അതിലൊരു നേതാവിനെയാണ് സഖാവ് പി. കൃഷ്ണപിള്ള കണ്ടത്. സഖാവ് വി.എസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഏറ്റെടുക്കാമോ, പൂർണ്ണസമയ പ്രവർത്തനാക്കാമോ? സഖാവ് വി.എസ്. സമ്മതിക്കുകയുണ്ടായി. സഖാവ് പി. കൃഷ്ണപിള്ള സഖാവിൻ്റെ താല്പര്യങ്ങളും മനസ്സിലുള്ള കാര്യങ്ങളും ടെലിപ്പതി രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് സഖാവ് പി. കൃഷ്ണപിള്ള സഖാവിനെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതലയാണ് ആദ്യം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.